ഹായ് ഫ്രണ്ട്സ്, നോയമ്പൊക്കെ അല്ലേ. അപ്പോൾ ഇന്ന് നമുക്കൊരു കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു മസാലക്കറി ഉണ്ടാക്കിയാലോ. നല്ല അടിപൊളി മസാലക്കറിയാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പവുമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു 250 ഗ്രാം കോളിഫ്ലവർ ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയൊക്കെ ഇട്ട വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, ഒരു 10-15 ചെറിയ ഉള്ളി, ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യേണ്ട. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. ഒരു 5-6 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറിലോട്ട് മാറുന്ന ആ സമയത്ത് നമുക്കിതിനെ കോരി മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, കണ്ടാലറിയാമല്ലോ. അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇവിടെ എല്ലാം ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസൊക്കെ ചേർക്കാനുണ്ട്. ആദ്യം കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയാണ് ആദ്യം ചേർത്ത്. ഒരു 8 അല്ലി വെളുത്തുള്ളി ഉണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഉണ്ട് കേട്ടോ. ഇത്രയും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവോളയും ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് വഴന്നു വരണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയുടെയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വഴന്നു വരട്ടെ. വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടിയാണ്, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനൊരു തക്കാളി മിക്സിയിലൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒരു വെള്ളമയം കൂടെ കിട്ടുമല്ലോ, അതിനായിട്ടാണ് കുറച്ച് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് ബാക്കി തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റാം. നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ കറി എങ്ങനെയാണോ ഇരിക്കേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ചാറോടുകൂടിയാണ് ഉണ്ടാക്കുന്നത്, മസാലക്കറിയാണല്ലോ, അപ്പോൾ കുറച്ച് ചാറ് വേണം. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കേണ്ട കാര്യമില്ല. കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു നാരങ്ങയുടെ നീരാണ് കേട്ടോ. കുറച്ച് നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ നോയമ്പ് കാലത്ത് ഉണ്ടാക്കാൻ പറ്റിയ
നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.